സംസ്ഥാനത്തെ IAS ചേരിപ്പോര് അസാധാരണ തലത്തിലേക്ക് ചീഫ് സെക്രട്ടറിയോട് 7 ചോദ്യങ്ങൾ ഉന്നയിച്ച് എൻ പ്രശാന്ത് IAS കത്ത് നൽകി. തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ശേഷം ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്നാണ് എൻ പ്രശാന്തിന്റെ നിലപാട്. പിന്നെ സർക്കാർ സ്വന്തം നിലയ്ക്ക് മെമ്മോ നൽകുന്നത് എന്തിനാണ്? സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിനും മുൻപ് തന്റെ ഭാഗം എന്തുകൊണ്ട് കേട്ടില്ല? ചാർജ് മെമ്മറിക്കൊപ്പം വെച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത്? ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ശേഖരിച്ചത്? എന്നുമൊക്കെ ചോദ്യങ്ങളിലും കത്തിലും ഉൾപ്പെടുത്തി. IAS ഉദ്യോഗസ്ഥരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് എൻ പ്രശാന്ത് IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എൻ പ്രശാന്തിന് ചാർജ് മെമ്മോ നൽകിയിരുന്നു. 1 മാസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം ചില ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ഉന്നയിച്ച് കത്ത് നൽകിയിരിക്കുകയാണ് എൻ പ്രശാന്ത്. 7 ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറിയോട് എൻ പ്രശാന്ത് ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല. പിന്നെ സർക്കാർ സ്വന്തം നിലയ്ക്ക് മെമ്മോ നൽകുന്നത് എന്തിനാണ്? സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിന് മുമ്പ് തന്റെ ഭാഗം എന്തുകൊണ്ട് കേട്ടില്ല? ചാർജ് മെമ്മോയ്ക്കൊപ്പം വെച്ച് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത്? ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ശേഖരിച്ചത്? ഏത് ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തിയത്? തനിക്ക് നൽകിയ ചാർജ് മെമ്മോയ്ക്കൊപ്പം കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ്. അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് മെമ്മോ തയ്യാറാക്കിയതെന്ന് വ്യക്തം. IT നിയമപ്രകാരം ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കൃത്രിമമല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇതിനെല്ലാം ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്നാണ് കത്തിലൂടെ എൻ പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രശാന്തിന്റെ ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മറുപടി നൽകാൻ സാധ്യതയില്ല. അതേസമയം സർക്കാരിനെ കൂടുതൽ ചൊടിപ്പിക്കുന്ന നടപടികളാണ് എൻ പ്രശാന്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രശാന്തിന്റെ ഈ നീക്കത്തിനെതിരെ സർക്കാർ എന്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മീഡിയ 1 തിരുവനന്തപുരം.